ആ സജീവ, കല്യാണമൊക്കെ ഗംഭീരായിരുന്നു. മക്കളിവിടെ ഉണ്ടോ അതോ പോയോ? അവരിവിടെ ഉണ്ട്, നാളെ പോകും. പിന്നെ അമ്പിളി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. വാ അകത്തേക്ക് പോ. ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന അപ്പുവിനെ അമ്പിളിക്ക് അറിയാവോ? അവനാള് മഹാപെശക. അറിയാം. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് തല്ലും കൂടി ഡിഗ്രി വരെ പഠിച്ചവരാ. ദേ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്തിടെയാ കണ്ടുമുട്ടിയത്. അവൻ എന്തിയേ? ഈ നാട്ടിലെ പേരുകെട്ട കള്ളൻ അപ്പു. അവനാണ് കള്ളൻ കേശവൻ. ആണോ? പലരും പറഞ്ഞെങ്കിലും ആദ്യം ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ പോയിരിക്കുക. അതുവഴി ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപയും എടുക്കാൻ പറഞ്ഞു. അമ്പിളി എന്തറിഞ്ഞിട്ട് അവനെ ബാങ്ക് വിട്ടത്? പെറ്റ തള്ളയുടെ മാല വരെ അടിച്ചു മാറ്റിയവൻ അവൻ. ആ പണവുമായി അവൻ മുങ്ങും. ഇനി മഷിയിട്ട് നോക്കിയാൽ പോലും അവനെ കാണില്ല. ചതിയും വഞ്ചനയും മോഷണവും അവന്റെ കൂടപ്പുറപ്പാണ്. എന്തൊക്കെയാ പറയുന്നത്? അപ്പോട്ടൻ അത്രക്കാരനല്ല, നല്ലവനാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നീ അനുഭവത്തിൽ നിന്ന് പഠിച്ചോളൂ. ചില കുസൃത്തരങ്ങളൊക്കെ പണ്ടേ ഉള്ളതാ, അത്രേ ഉള്ളൂ. സ്നേഹിച്ചാൽ ജീവൻ വരെ തരും. എനിക്കറിയാം അപ്പോട്ടനെ. സജീവ, നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. മിടുക്കൻ. ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്? നീ ഇത് പറയണം. ഞാനില്ലായിരുന്നുവെങ്കിൽ നിന്റെ മോളുടെ കല്യാണം നടക്കുമായിരുന്നോ? ഈ വീടുമായി എനിക്കുള്ള ബന്ധം എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അമ്പിളിയോട് പറഞ്ഞത്. അമ്പിളിയോട് കൂടുതൽ വർത്തമാനമൊന്നും നീ പറയണ്ട. നന്ദി വേണം സജീവ, നന്ദി. അമ്പിളി, ഇത് മുഴുവൻ പണവുമുണ്ട്. സംശയമുണ്ടെങ്കിൽ എണ്ണി നോക്കിക്കോളുക. സജീവ, അപ്പോട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ളതാ. ആരോ ചെയ്ത കുറ്റത്തിന് അപ്പോട്ടൻ കള്ളനായതാണെന്നും ഇനി ഒരിക്കലും വഴിവിട്ട ജീവിതം നയിക്കില്ലെന്നും എന്നോട് സത്യം ചെയ്ത് പറഞ്ഞു. ഇവനോ? നന്നായി. അമ്പിളി എന്തറിഞ്ഞുകൊണ്ടാ സംസാരിക്കുന്നത്? ഇവന്റെ ഫാമിലിയെ കുറിച്ച് അമ്പിളിക്ക് എന്തറിയാം? ഇവനെ പറ്റി പറഞ്ഞാൽ ഇവന്റെ ഫാമിലി ഭൂലോക തരികിടെ. എനിക്കറിയാവുന്നിടത്തോളം കാര്യങ്ങളെ സജീവൻ അറിയില്ല. ഇവന്റെ ഭാര്യയാണ് ഇവനെ കക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവള് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ അന്ന് ആ വീട്ടിൽ കലഹമാണ്. സജീവന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോട്ടന്റെ വീട്ടിലെ കാര്യം നോക്കണ്ട. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അമ്പിയുടെ മുന്നിൽ അളിയനെ ജനകീയ വിചാരണ ചെയ്യാൻ നീ ആരാണ്? എന്റെ അളിയനോ പെങ്ങളോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾക്കറിയാം. ഒത്തിരി നീ കയറി ഷൈൻ ചെയ്യരുത് കേട്ടോ. നീങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നീ ആരാടാ? അത് നോക്കാൻ ഞങ്ങൾക്കറിയാം. ഇവിടെ ആയിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തന്നേനെ. ഇത് പറയാം, നീ ആരാടാ? ആദ്യം അവൻ ജോലി ചെയ്ത് കുടുംബം പുലർത്തി കാണിക്കട്ടെ, എന്നിട്ട് മതി നിന്റെ വാചക കസർത്തൊക്കെ. വേണ്ട അളിയ, വേണ്ട. അവനോടൊന്നും സംസാരിക്കണ്ട. അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാ. സജീവ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണ്ട. അപ്പോട്ടന്റെ അളിയനാണല്ലേ? എന്ത് ചെയ്യുന്നു? എനിക്ക് ബാങ്കിലാ ജോലി. അളിയനെ കാണാൻ വീട്ടിൽ വന്നപ്പോ പാറു പറഞ്ഞു ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെ വന്നതാ. അപ്പോഴാ ഇവനിവിടെ ഉറഞ്ഞു കൊള്ളുന്നത് കണ്ടത്. ആദ്യം അവനവന്റെ കാര്യം നോക്ക്, എന്നിട്ട് മതി മറ്റുള്ളവരെ നന്നാക്കൽ. ആരെ കണ്ടാലും മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന സ്വഭാവം നിനക്ക് പണ്ടേ ഉള്ളതാ. അളിയാ മറ്റുള്ളവരുടെ ആട്ടത്ത് പോയിട്ട് ഇവിടെ ഇങ്ങനെ കഴിയുന്നത്? എന്റെ ഫ്രണ്ടിന്റെ കമ്പനിയിൽ ഞാൻ അളിയനും നല്ലൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. അളിയനും കുടുംബത്തിനും സുഭിക്ഷമായി ജീവിക്കാൻ അത് മതി. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവനോ?
എങ്കിൽ ആ കമ്പനി എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതിൻ്റെ അടിത്തറ വരെ മാന്തിവൻ വിൽക്കും, തീർച്ച. എനിക്ക് ഇവനെ അറിയാവുന്നതുപോലെ മറ്റാർക്കും ഇവനെ അറിയില്ല. സജീവനോട് ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അപ്പുവേട്ടനെ പറ്റി ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എന്റെ അളിയൻ വഴിവിട്ട വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ആർക്കും നല്ലവനാകാൻ അധികം സമയമൊന്നും വേണ്ട. ജീവിതത്തിൽ തെറ്റിയാത്ത മനുഷ്യരില്ല. ആ തെറ്റുകൾ തിരുത്തി ജീവിതം നയിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. സജീവനെ നിങ്ങൾക്ക് അറിയാവോ? ജോലി ചെയ്യുന്ന ബാങ്കിൽ നിന്നും 10 ലക്ഷം രൂപ അടിച്ചു മാറ്റിയതിന് സസ്പെൻഷൻ. എന്റെ മകൻ ലഹരി മാഫിയ സംഘത്തിൽപ്പെട്ട അകത്തായപ്പോ ഞാനും കൂടി ചേർന്ന ജാമ്യത്തിൽ നിൽക്കിയത്. പിന്നെ കല്യാണം കഴിപ്പിച്ച വെച്ച മകളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അളിയ വേണ്ട, അവന് വെറുതെ വിട്ടേക്ക്. പണ്ടേ ഇവനൊരു ഭൂലോക തരികിടയാ. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ അവൻ ഇനി അളിയന്റെ പുറത്ത് കുതിര കയറും. എന്താ നിന്റെ നാവിറങ്ങിപ്പോയി അല്ലേ? ചെന്ന് ബാങ്കിലെ ക്യാഷ് കെട്ടിവെച്ച് ജോലി പ്രവേശിക്കാൻ നോക്ക്. ഇറങ്ങി വാടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ വെളിയോട്ട് വാടാ, നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടും. ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണോ. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നമുക്ക് കാണാം. നീ പോടാ, നീ പോടാ ഒന്ന്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അമ്പിളി ക്ഷമിക്കണം, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയാ പറഞ്ഞു പോയതാ. അതേ അച്ഛൻ വരുന്നുണ്ട്. അച്ഛാ വാ, അകത്തേക്ക് ഇരിക്കാം വാ. അശോകന്റെ അച്ഛനാ ഭൂലോക തരികിട എന്ന് പറഞ്ഞാൽ ഇതിന്റെ അപ്പുറം മറ്റൊരു സാധനം ഇല്ല. ഇതാരത്? നിങ്ങൾ കുടുംബത്തോടു കൂടി പൊറുതിയായോ ഇവിടെ? ബറ്റകളെ അടിച്ചിറക്കടി, ഇല്ല ഞാൻ അടിച്ചിറക്കും. ആ അച്ഛൻ വീട്ടിൽ കയറി വരുന്നവരോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവനോടൊക്കെ ഇത്ര മര്യാദ മതി. ഇവൻ ആരാ? ഇവന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്ത ഒരു ജന്മം. തനിക്ക് എന്നെ മനസ്സിലായോ? ഞാൻ അപ്പുന്റെ അളിയനാ. കൈവിട്ട ആയുധവും പറഞ്ഞ വാക്കുകളും തിരിച്ചെടുക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ചവിട്ടിക്കൂട്ടിയെടുത്ത് പുറത്തേക്ക് എറിയും. ഞാൻ ഇറങ്ങുക, എനിക്ക് അല്പം തിരക്കുണ്ട്. ഇനി ഞാനിവിടെ വന്നാൽ ശരിയാവില്ല. അളിയും പൊക്കോ, ഞാൻ പുറകെ വന്നോളാം. ശരി. അച്ഛൻ എന്റെ വീട്ടിലെ കാര്യത്തിൽ ഇടപെടേണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടി മോളെ, എനിക്ക് ചുമതലയുള്ള 4 കമ്പനികളിലും ഇവന്റെ ഒരു പരിശോധന നടത്തി. ഇവനാരാ? തഹസീൽദാരോ അതോ മജിസ്ട്രേറ്റോ? ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോട്ടൻ ആ കമ്പനിയിൽ പോയത്. അവിടെ നടക്കുന്ന എല്ലാ അഴിമതിയുടെ വിവരങ്ങളും എനിക്കും അശോകൻ ചേട്ടന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. കൈനഗരി എസ്റ്റേറ്റിലെ 4 കമ്പനികളിലും തിരിമറി നടത്തി 2 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. എന്റെ വീട്ടിൽ കയറി എന്നെ ഭരിക്കണോ? ഓടാ പുറത്തു. ഇതെന്റെ മകന്റെ കമ്പനിയാ. എന്റെ ഇഷ്ടം പോലെ ചെയ്യും. അച്ഛൻ അറിയാതെ ഒന്നും നടക്കില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഇതെന്റെ മകന്റെ കമ്പനിയാ. തിരിമറി നടത്തിയെങ്കിൽ കണക്കായി പോയി. അച്ഛന് ചുമതലയുള്ള കമ്പനിയിൽ സാമ്പത്തിക തിരിമറിയിൽ കോടികൾ വന്നിട്ടുണ്ടെങ്കിൽ ഇരുമ്പഴി എണ്ണുന്നതേ അച്ഛനായിരിക്കും. 6 മാസത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമേ പരിശോധിച്ചിട്ടുള്ളൂ. ബാക്കി കൂടി നോക്കിയാൽ മാത്രമേ എത്ര കോടിയുടെ തിരിമറി നടത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ. എടാ പുളുന്താനെ, ഞാൻ നിന്നോട് വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോടാ? നിങ്ങൾ 2 പേരും കൂടി എനിക്കിട്ട് പണിയല്ലേ? എന്റെ അശോകൻ വരട്ടടാ, കാണിച്ചു തരാം. അമ്പളേ,
ഞാൻ അശോകനാ. ആ അശോകൻ ചേട്ടാ. കമ്പനിയുടെ അക്കൗണ്ട് എല്ലാം പൂർണ്ണമായും പരിശോധിച്ചോ? ആരെയും വെറുതെ വിടരുത്. 6 മാസത്തെ ഡീറ്റെയിൽസ് മാത്രമേ പരിശോധിച്ചുള്ളൂ. നാളെ കേസ് ഫയൽ ചെയ്യും. മുഖം നോക്കാതെ നിയമ നടപടികളിലേക്ക് പോകണം. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ പൊന്നു മോളെ, ഈ വയസ്സാം കാലത്ത് അച്ഛനെ ചതിക്കരുത്. എത്ര രൂപ വേണമെങ്കിലും തരാം മോളെ. എടാ അപ്പു എന്നെ അകത്താക്കണ്ടേ എന്നൊന്ന് പറയടാ. എടാ അപ്പു. എഴുന്നേറ്റേ അവിടുന്ന്. അച്ഛൻ അടിച്ചു മാറ്റി പണം എല്ലാം കൊണ്ട് ബാങ്കിൽ കൊണ്ട് അടച്ചിട്ട് വാ. ബാക്കി കാര്യം പിന്നീട് സംസാരിക്കാം. പോ, പെട്ടെന്ന് ചെന്നിട്ട് വാ. പോ. കള്ള കോടിക്കള്ള പോകുവാണ്. കോടിക്കള്ള നീ പോകുവാണ്ട. പൊന്നു അച്ഛനെ കൊണ്ട് തോറ്റി. ആ പാറു, ഞാൻ അപ്പുവേട്ടനെ വിളിക്കാൻ വന്നതാ. ആങ്ങളെ പറഞ്ഞു ഇവിടെ ആകെ പ്രശ്നങ്ങളാണെന്ന്. ഇരിക്കുക ചേച്ചി. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അപ്പോട്ടിന് എന്റെ കമ്പനിയുടെ ചുമതല മൊത്തം ഏൽപ്പിച്ചിരിക്കുക. വേണ്ട മോളെ, വേറൊരു കമ്പനിയിൽ അപ്പുവേട്ടന് ജോലി ശരിയായിട്ടുണ്ട്. അവിടെ ആകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. പാറു പറഞ്ഞതാ ശരി. ഞാൻ പോവുക. എന്നോട് കാണിച്ച സ്നേഹത്തിനും സഹായത്തിനും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോ. ഇത് ഞാൻ അപ്പോട്ടന്റെ പേരിൽ വാങ്ങിയ വീടിന്റെ താക്കോല. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ താമസിക്കാം. വേണ്ട വിളി, ഞങ്ങൾക്ക് ആ വീട് വേണ്ട. ഞങ്ങൾ പോകുമോ? ഹലോ അപ്പു. താങ്കളെ ഞാൻ എൻ്റെ കമ്പനിയുടെ ഡയറക്ടറായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം. ശരി സാർ. ശരി സാറേ, ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. അപ്പോട്ടാ, ഇപ്പൊ എന്തായി കാര്യങ്ങള്? ആ കൈയൊന്ന് കാണിച്ചേ. ഇതങ്ങോട്ട് പിടിക്കും. എന്നിട്ടേ എല്ലാരും കൂടി അവിടെ പോയി അങ്ങ് താമസിക്കേ കേട്ടോ. അപ്പുവേട്ടാ, ഒരു കാറ്, ഒരു ബെൻസ് കാറും കൂടി പറ. ഞാനൊരു ഐഡിയ പറയട്ടെ.